എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രാഹുലും വിക്രം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാല് കല്യാണി കിരണും ഒക്കെ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവരെ തകർത്തേ മതിയാവുള്ളൂ. പിന്നീട് രാഹുലിനോട് വിക്രം പറഞ്ഞു, അവളുടെ കയ്യിലുണ്ടല്ലോ പൂത്ത പൈസ ഉണ്ടെന്ന് പറയണ. ഇനിയിപ്പൊ കിരണ എഴുന്നേക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് പൈസയൊക്കെ അവളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവനെ എഴുന്നേൽപ്പിക്കാണ്ട് ശ്രമിക്കും. എത്ര പൈസ മുടക്കിയാലും കുഴപ്പമില്ലായിരിക്കും. ഒരുപക്ഷെ അവൾക്ക് സംസാരശേഷി തന്നെ തിരികെ കിട്ടിയത് അങ്ങനെയല്ലേ, പൈസയുടെ ബലത്തിലല്ലേ എന്ന് ചോദിക്കുക. രാഹുൽ പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷേങ്കില് അവന്റെ തലയ്ക്കല്ലേ ക്ഷതമേറ്റിരിക്കുന്നേ, അതുകൊണ്ട് അവന്റെ കാര്യത്തില് ഇനിയിപ്പൊ നമ്മൾ നോക്കണ്ടെന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവള് പണം എറിഞ്ഞ് കളിക്കും. നമ്മളെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന അപകടമാണ്. പുറത്തിറങ്ങി നടക്കുമ്പോൾ പോലും സൂക്ഷിക്കണമെന്ന് പറയാം. രാഹുൽ പറഞ്ഞു, അതൊക്കെ നോക്കിയും കണ്ടോ ഞാൻ വീട്ടിലേക്ക് വിഷുവിന് ഒന്ന് രാത്രി പോകാൻ തന്നെ വെച്ചേന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ഞങ്ങളുടെ കാര്യം എത്രയൊക്കെ തന്നെയാ, കാരണം ഇപ്പൊ തന്നെയാണെങ്കിലും കണ്ടോ, ഇത്രയും കാലം ഞങ്ങളോടൊപ്പം എല്ലാത്തിനും സഹകരിച്ചു നിന്ന മുത്തശ്ശിയാണ്. ഇപ്പൊ മുത്തശ്ശി പോലും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുവാന്ന് പറയാം. ഇപ്പൊ കല്യാണി ആ കാദംബരി അവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 നാക്ക് അവർക്കെന്ന് പറയണം. എന്തിനേറെ പറയുന്നു, ഇത്രയും കാലം കൂടെ കൂട്ടി നടന്നിരുന്ന എന്റെ അച്ഛനെ എന്നെയൊക്കെ തള്ളിക്കളഞ്ഞിരിക്കും അവരെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുല് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഒന്ന് ഓർത്തു നോക്കിയേ, അവൾക്ക് ഇപ്പോഴെന്താണ് കണ്ടകശി ഞാൻ തോന്നേ. അധികം വൈകാതെ ആ കിരൺ അങ്ങോട്ട് ചത്തു പോവാണെങ്കിൽ അതോടുകൂടി തീർന്നു. പിന്നെ അവളെയും കൂടെ നമുക്ക് ഇല്ലാതാക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, അങ്ങനെ എന്താണല്ലോ ഉടനെ സംഭവിക്കുമോ, ആ ഗംഗ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾക്ക് കാർത്തികേനെയാണ് ആവശ്യം. ഈ കാർത്തിക എന്നെയും കുറെ വെള്ളം കുടിപ്പിച്ച അവളെ ഇല്ലാതാക്കാനായിട്ട് എന്ത് സഹായം ഞാൻ അവന് ചെയ്തു കൊടുക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ ഒരു ഇത് തന്നെ നമുക്ക് ഈ കല്യാണിയും കിരണിനെയും ഇല്ലാതാക്കണം. ഒരു പക്ഷേങ്കില് ഈ പറയുന്ന കാർത്തിക അവന് പൈസയൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ, ഉള്ള സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ കിരണിനെയും കല്യാണിയും വെറുതെ വിട്ടിട്ട് പോവും. അവന് അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാണ്. എങ്ങനെയെങ്കിലും അവനെ നമുക്ക് വശത്താക്കണമെന്ന് പറയാണ്. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും കാർത്തിക് അങ്ങനെ പൈസ വിട്ടുകൊടുക്കുമെന്ന് തോന്നില്ല. ഇത്ര കോടികളുടെ ആസ്തി വിട്ടുകൊടുക്കുമോ, ഒരു കാരണവശാലും ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. കിരണിനെയും കല്യാണിനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ശരി, അവനും ഗംഗാപ്രസാദ് കാർത്തികയുടെ കയ്യിൽ നിന്ന് ആ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയിരിക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം അങ്ങോട്ട് തീരും. പിന്നെ ആ ചന്ദ്രസേനൻ അവൻ പിന്നെ തല പൊക്കാൻ പോകത്തില്ലെന്ന് പറയാം. നമുക്ക് കാത്തിരിക്കാം, ഒരു ദിവസം നമ്മെ തേടി ആ സന്തോഷ വാർത്ത എത്തുമെന്ന് പറയാണ്. അധികം വൈകാതെ തന്നെ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടായിട്ട് ഗംഗ നമ്മളെ കൂടെ ഉണ്ടല്ലോ. അവൻ ഈ ജയിലും കേസൊന്നും അവൻ അത്ര പുത്രിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ടെന്ന് പറയാം. നമ്മളൊന്ന് സപ്പോർട്ടായിട്ട് നിന്ന് കൊടുത്താൽ മതി, അവൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂന്ന് പറയാണ്. ഈ സമയം മുത്തശ്ശി കല്യാണിയൊക്കെ കാദംബരിയുടെ കൊച്ചിന് നൂലുകെട്ട് ചടങ്ങിന് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മുത്തശ്ശി ഇന്ന് വരെ ഞാൻ ഇതുപോലെ നൂലുകെട്ട് ചടങ്ങിന് പങ്കെടുത്തിട്ടില്ല. കല്ലുമോന്റെ ആണെങ്കിലും ഓർത്തു നോക്കിയേ, അന്നൊക്കെ ആണെങ്കിൽ എന്റെ അവസ്ഥ അതായിരുന്നു. അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, എന്റെ അഹങ്കാരം, ഞാൻ വലിയ എന്തോ സംഭവമാണ്. പോരാത്തിന് മോളോടൊക്കെ ഞാൻ ചെയ്ത ക്രൂരത, അതൊക്കെ ഓർക്കുമ്പോഴത്തേന് ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അതെ അമ്മൂമ്മ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കണേ, ഇനിയിപ്പൊ ആ കാര്യത്തിൽ ഒന്ന് സങ്കടപ്പെടാന്ന് പറയണ. എന്നാലും ഞാൻ മോളോടൊക്കെ ചെയ്ത ദുഷ്ടത്തരത്തിന് ദൈവമായിട്ട് എനിക്ക് ശിക്ഷ വരും. ഇതൊന്നും അല്ല, ഇനി എനിക്ക് എന്തോ വലുത് കിട്ടാൻ പോണെന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അമ്മമ്മയ്ക്ക് അവിടെ നിൽക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടെ പറഞ്ഞേരെ, ഞങ്ങളോട് വന്ന് ഇന്നോളാൻ പറയണം. വേണ്ട മോളെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്താണെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് അത്രയ്ക്ക് ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല. അത്രയെങ്കിലും ഒരു കിടപ്പാട് എനിക്ക് കിട്ടിയല്ലോ. അതുപോലും ദൈവത്തിന്റെ കനിവന്നാ ഞാൻ വിചാരിക്കുന്നത്. അതുപോലും കിട്ടാനുള്ള യോഗ്യത ഇല്ലാത്തോളാം ഞാനെന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെല്ലുക. അപ്പം മുത്തശ്ശി ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. കല്യാണിയാണ് കാദംബരിയുടെ മോന് വേണ്ടിയിട്ടുള്ള സ്വർണ്ണ മൊത്തം വാങ്ങിയത്. അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാദംബരിയും രതീഷും ഒക്കെ ഓടി വരികയാണ്. അപ്പം ദീപയുണ്ട്. ദീപയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. പിന്നീട് മുത്തശ്ശി എന്നിട്ട് മോനെ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞുകൂടെ വാങ്ങിക്കുകയാണ്. പിന്നീട് അതിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അതിനുശേഷം പറഞ്ഞതേ രതീഷിനെ വെച്ച് വാർത്ത് വെച്ചേക്കുവാന്നൊക്കെ മുത്തശ്ശി പറയാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അത് ശരിയാ എന്നൊക്കെ പറയാണ്. പിന്നീട് കാദംബരി പറഞ്ഞല്ല, അമ്മൂമ്മയ്ക്ക് നേരത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ചതുർത്ഥിയായിരുന്നല്ലോ എന്ന് പറയണ. ഇത് പക്ഷെ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ഇതിനോട് എത്ര സ്നേഹമല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല മോളെ, മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ലെന്ന് പറയണ. കല്യാണി പറഞ്ഞു, മുമ്പത്തെ അമ്മൂമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. ഇത് കേട്ടതും ഭാനുമതിയമ്മ പറഞ്ഞു, അത് ശരിയാ, എനിക്കിപ്പം മനസ്സിലായി. കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് നന്നായാൽ മതി. കാരണന്മാരെ നോക്കുന്ന ആള് വേണം. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് വിക്രത്തിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ
ഈ വയസ്സനാം കാലത്ത് കല്യാണമോളും കാദംബരിയൊക്കെയല്ലേ എനിക്ക് സഹായമായിട്ട് വന്നിരിക്കുന്നത്. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആണുങ്ങൾ കുടുംബത്തിൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വീമ്പ് പറഞ്ഞ് നടന്നിരുന്ന അഹങ്കാരം കാണിച്ചിരുന്ന ഞാനിപ്പം അവരാൽ തന്നെ എനിക്കിട്ട് പണി കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിലൊരു പെണ്ണെങ്കിലും വേണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം രതീഷ് കാദംബരി ഇനി നോക്കുകയാണ്. പിന്നീട് കല്യാണം പറഞ്ഞല്ല, ചടങ്ങുകളൊക്കെ തുടങ്ങണ്ടേന്ന് ചോദിക്കും. ഇത് നിങ്ങളോട് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു പറയണ. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. ഈ സമയത്ത് കല്യാണി എന്ത് ചെയ്യണം, കൊണ്ടുവന്ന സ്വർണ്ണം എല്ലാം കൂടെ കാദംബരിയിലേക്ക് കൊടുക്കുകയാണ്. അവന് അണിയാനുള്ള കാൽത്തളയും അറിഞ്ഞാണോ എല്ലാം ഉണ്ട്. ഈ സമയം കാദംബരി ഇനി വേണ്ടിയിരുന്നില്ല കല്യാണി, ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് പറയാണ്. പിന്നെ അല്ലാതെ അതെ ഇതൊക്കെ പിന്നെ നിനക്ക് തരാതെ പിന്നെ ഞാൻ ആർക്കാ കൊണ്ടു കൊടുക്കണേ, എനിക്കൊരു മോൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ രതീഷ് നൂലുകെട്ട് ചടങ്ങൊക്കെ നിർവഹിക്കുകയാണ്. ഈ സമയം മുത്തശ്ശി എന്ത് ചെയ്യാണ്, ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം കയ്യിലിരുന്ന ആ ഒരു കുഞ്ഞുടുപ്പ് കവർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കാദംബരി ചോദിച്ചു, ഇതെന്താ അമ്മൂമ്മേന്ന് ചോദിക്കാം. ഇത് ഞാൻ മോന് വേണ്ടി വാങ്ങിയതാന്ന് പറയും. അറിയാലോ എൻ്റെ കയ്യിൽ അത്രമാത്രം പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണേ. ഇച്ചിരി പൈസ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് വാങ്ങിയതാന്ന് പറയാം. കാദംബരി പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു, അമ്മൂമ്മ ഒന്ന് വന്നാൽ മാത്രം മതിയായിരുന്നു, അല്ലാതെ അമ്മൂമ്മയോട് ഞങ്ങൾ എന്തേലും പറഞ്ഞോ. പിന്നീട് കല്യാണി പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മൂമ്മയോട് കുറച്ചു ദിവസം നിൽക്കാൻ പറയാണ്. അത് ശരിയാവത്തില്ല മോളേന്ന് പറയാം. അതെന്താ? ഞാൻ അവിടെ തന്നെ പോയി നിന്നോളാം, ഓർഫനേജില് ഞാൻ വൃദ്ധസ്ഥാനത്തിൽ ഞാൻ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞത്, കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് ഓഫീസിൽ ജോലിക്ക് പോകണം, ആ സമയത്ത് മോനെ നോക്കാനായിട്ട് ആരും ഇല്ലെന്ന് പറയാം. അപ്പൊ ആരെങ്കിലും നിർത്തണം, ഇപ്പോഴാണെങ്കിൽ ഒരു ചേച്ചി വരുന്നുണ്ട് നോക്കാനായിട്ട്, അപ്പൊ അമ്മൂമ്മയ്ക്ക് എന്ന് ഇവിടെ നിന്നാ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രകാശനും വിക്രവും ഒക്കെ ചിലക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നിരിക്കും, അത് മോൾക്കൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയാം. വേണേ കുറച്ച് ദിവസം മാത്രം ഞാൻ ഇവിടെ നിൽക്കാം നോക്കാനായിട്ട്, അതിനുശേഷം ഞാൻ പോകുമെന്ന് പറയാം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അമ്മൂമ്മയുടെ ഇഷ്ടം അങ്ങനെയാന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ എന്താണെന്ന് ചെയ്തു, അമ്മൂമ്മയ്ക്ക് ഇവിടെ നിൽക്കാനോ ഇഷ്ടമെങ്കിൽ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തിരികെ പോകാനാണെങ്കിൽ അങ്ങോട്ടേക്ക് പോക്കോ, ഞങ്ങൾ ഒന്നിനും നിർബന്ധിക്കില്ല എന്ന് പറയണം. അങ്ങനെ നൂലുകെട്ടി ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണി വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ കിരൺ അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. പിന്നീട് കല്യാണി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മോനെ കുറെ കാലമായി കിരൺ കണ്ടിട്ട്, ആ ജനിച്ച സമയത്ത് കണ്ടാണ്, പിന്നീട് അങ്ങോട്ട് വരാനും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കല്യാണി ഇവിടെ നിന്ന് നോക്കിയാൽ രതീഷേട്ടനെ വെച്ച് വാർത്ത് വെച്ചിരിക്കുക അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, രതീഷേട്ടൻ്റെ ഷേപ്പൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല കാർത്തിയെ വിളിക്കുകയോ മറ്റോ ചെയ്തെന്ന് ചോദിക്കുകയാണ് കല്യാണിയുടെ. ഇല്ല, കാർത്തിയേച്ചി ഇന്നത്തെ ദിവസം വിളിച്ചിട്ടില്ലെന്ന് പറയാം. സൂക്ഷിക്കണം, ആ ഗംഗാപ്രസാദ് അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ, ഒരു പക്ഷേങ്കില് അവൻ ഏത് നിമിഷം കാർത്തിയുടെ അടുത്തേക്ക് വരാന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ കാർത്തിയേച്ചിയുടെ ജീവൻ തന്നെ അപകടത്തിലാ, അവൻ ഭയങ്കര ബുദ്ധിമാനാ, പല വട്ടമാണ് നമ്മുടെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്, എപ്പോഴെങ്കിലും ഒരിക്കലും അവന്റെ മുഖം നമ്മുടെ കൺമുന്നിൽ പെടുമെന്ന് പറയണം. ഈ സമയത്താണ് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ആരോ വന്നതറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കിരൺ അവിടെ കിടക്കുകയാണ്. നോക്കി കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദാണ് അങ്ങോട്ട് കയറി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയണം, കിരണിന് എങ്ങനെയുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടി വരുന്ന. കല്യാണി പിന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് കിരണിനെ അടിമുടി ഒന്ന് വീക്ഷിക്കുന്നുണ്ട് ഗംഗാപ്രസാദ്, ഇവനെന്തേലും മാറ്റമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല തങ്ങളെക്കുറിച്ച് എന്തേലും വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു മാറ്റമില്ലെന്ന് മനസ്സിലായി, ഇവര് തന്നെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ കുഴപ്പമില്ല, കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോവാം എന്ന്. പിന്നീട് ഗംഗാപ്രസാദ് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് കല്യാണി ചോദിച്ചു, അല്ല ജെറിച്ചേട്ടൻ എവിടെ താമസിക്കണമെന്ന് ചോദിക്കുക. അത് പിന്നെ ഞാനിവിടെ അടുത്താന്ന് പറയണം. ഒരു നിമിഷം ഒരു പതർച്ചയുണ്ടായി, തന്റെ താമസവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് മനസ്സിലായി. അല്ല എന്താ കല്യാണി അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുക. അല്ല ഞാൻ ചോദിച്ചാ ഇത്ര നാളം വന്നു, പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല എവിടെ താമസിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, താമസ സൗകര്യത്തെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാ ഇനി എത്ര നാൾ ഇവിടെ കാണുമെന്ന് ചോദിക്കുകയാണ്, ബിസിനസ്സും കാര്യങ്ങൾക്കുമായിട്ട്. അതൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരികെ പോകുമെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ചെറുച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്റെ കിരണേട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണ്ട് ചെറുച്ചേട്ടൻ വരുന്നില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അവൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വന്നോളാം, കിരണൻ കല്യാണിയും കാണാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയത്ത് കല്യാണിക്ക് കിരണ യാതൊരു സംശയവും തോന്നില്ല, അവനാണ് ഗംഗാപ്രസാദ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും തോന്നില്ല, കാരണം അങ്ങനെ സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. പക്ഷേങ്കില് ഇതുവരെയായിട്ടും അവർ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, കിരണിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുള്ള കാര്യം. എത്ര വല്ല അടുപ്പാണ് കൂട്ടാണെങ്കിൽ പോലും അതൊരു കാരണവശാലും പറയാൻ പാടില്ല, പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നുള്ള കാര്യം അറിയാം. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ജനിച്ചേണ്ട നാവിൽ നിന്ന് മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഹുലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും പറയായിരുന്നത്. പക്ഷെ ഈ സമയം കിരൺ ഒരു കാര്യം തീരുമാനിച്ചു, ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിന്റെ അന്ന് രാത്രി തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വരും ബകാസുരൻ. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടില്ല, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ കിരൺ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കല്യാണി ചോദിച്ചു, അല്ലേ കിരണേട്ടാ എന്താ ഭയങ്കര ഒരു ആലോചന എന്ന് ചോദിക്കും.
ഏ ഞാൻ ആ രാഹുലിനെ പറ്റി ചിന്തിച്ച അവൻ എപ്പോഴാ എങ്ങനെയാ വരുന്നത്, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഇതേ ആയിട്ടും കല്യാണി പറഞ്ഞു. വേണോ കിരണേട്ടാ, നമുക്ക് അച്ഛനോട് പറഞ്ഞാൽ പോരെ നിൽക്കുക. പോരാ, ഞാൻ തന്നെ വേണം, ഒരു കാരണവശാലും അവൻ അറിയാനും പാടില്ല ഞാനാന്നുള്ള സത്യം. അങ്ങനെ വേണം അവനെ കൈകാര്യം ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.